ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് നാർസിസിസ്റ്റ് എങ്ങനെയാണ് പ്രതികരിക്കുക, അവരേത് രീതിയാണ് സംസാരിക്കുക, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊതുവെ ഈ പറയുന്നത് ഏകദേശം എല്ലാ നാർസിസ്റ്റും, ഓവേർട്ടായ എല്ലാ നാർസിസ്റ്റും ഏകദേശം ഒരുപോലെ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. അപ്പം ഇങ്ങനെ സാധാരണ ആൾക്കാർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമായി ചെയ്യാം. പക്ഷേ ഇത് ഇവരുടെ സ്ഥിരം ശൈലിയാണ്. എപ്പോഴും ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. അത്തരം ചില രീതികൾ നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ സമയത്തിനടുക്ക് അവർ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുന്നൊരു കാര്യമല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും. നമ്മൾ സംസാരിക്കും, അവർ കട്ട് ചെയ്ത് പോകും. ഒന്നോ നമ്മൾ അവരോട് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം അവർക്കത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യം, അതുമല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ നോ പറയുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അവർ ഫോൺ കട്ട് ചെയ്ത് പോകും. പിന്നീട് സംസാരിക്കാനുള്ള താല്പര്യം അവർ കാണിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു വല്ലാത്തൊരു വിഷമമായിട്ട് തീരും. നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നമുക്കതൊരു വല്ലാത്തൊരു പ്രയാസമായി തോന്നുകയും ചെയ്യും. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ഫോൺ ചെയ്യുന്നത് തന്നെ ഒരു ദുരിതപൂർണമായ ഒരു കാര്യമായിട്ട് മാറുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മോണോലോഗ് ടോക്സ് ആണ്. അതായത് ഒരു സൈഡിലേക്ക് മാത്രമാണ് സംസാരം. അവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആജ്ഞകൾ, അവരുടെ ഉപദേശങ്ങൾ, ഇത് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല. പറയുമ്പോൾ തന്നെ അപ്പോൾ അതിനെ റദ്ദ് ചെയ്തിട്ട് അവർ വീണ്ടും ഡയലോഗ് അടിക്കാൻ തുടങ്ങും. അതായത് നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഒന്നും അവരുടെ ഒച്ച കേട്ടിട്ട് അത്രയും ശക്തമായ ഒച്ചയിലായിരിക്കും അവർ സംസാരിക്കാം. നമ്മുടെ ഒച്ച ഡൗൺ ആയി പോകും. നമുക്ക് സംസാരിക്കാൻ തോന്നൂല. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നും. അതല്ലെങ്കിൽ നമ്മളിന്ന് സംസാരിക്കേണ്ട എന്ന ചിന്തയിൽ നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് മാറും. അതായത് പിന്നീട് നമുക്ക് തന്നെ ഇവരോട് ഫോണിൽ സംസാരിക്കാൻ തന്നെ മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രേതത്തെ പോലെ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും. ഇപ്പോൾ ഒരു ഗോസ്റ്റ് ആണല്ലോ, ഒരു പെട്ടെന്ന് ഡിസപ്പിയറായി, ഇല്ലാണ്ടായി. നേരെ മറിച്ച് നമ്മൾ ആ വീട്ടിൽ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട് എന്താ ഹലോ എന്നൊക്കെ ചോദിച്ച് പിന്നെ പെട്ടെന്ന് മാറിക്കളയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട്ടിലേക്ക് വിളിക്കുകയാണ്. ആ വീട്ടിലെ അമ്മയാണ് നാർസിസിസ്റ്റ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ആ വീട്ടിലെ പെങ്ങളോട്, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങളോട് സംസാരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ പെങ്ങളോട് ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഫോൺ ആരോ വാങ്ങുന്ന സമയത്ത് ആരാണ്? അമ്മായിയമ്മ. എന്തേ സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മറുപടി പറയുന്ന സമയത്ത് ഇവർ തിരിച്ച് ഫോൺ കൊടുത്തിട്ടുണ്ടാവും. അത് കേൾക്കാൻ നിന്നിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താ സംഭവം? ഇത് ഒരു പേടിപ്പിക്കൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിവിടെ തന്നെയുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനും ഒരു ഭീതി നമുക്ക് പരത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുണ്ടാക്കും. ഞാനൊരു അമ്മായിയമ്മ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഏകദേശം നാർസിസിസ്റ്റൊക്കെ ഈ പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്യുന്ന ആരാണോ അവരുടെ തൊട്ടടുത്ത് നിൽക്കും. നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ, വീഡിയോ കോളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിൽ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രീതിയിലൊക്കെ അവർ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയും നാർസിസിസ്റ്റ് ഫോളോ ചെയ്യാറുണ്ടെന്നർത്ഥം. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് അങ്ങോട്ട് സംസാരിക്കൂലേ, ഇത് തീരെ ശ്രദ്ധിക്കാതിരിക്കുക. വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരെങ്ങോട്ടോ വേറെ എവിടെയോ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല അവർ പാട്ട് കേൾക്കുന്നതൊക്കെ നമുക്കറിയാം, സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റീൽസ് കാണുന്നുണ്ടാവും, മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, നമ്മൾ പറയുന്നതും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവസാനം നമ്മൾ തിരിച്ചെന്തെങ്കിലും ചോദ്യം ചോദിച്ചു, നിങ്ങളങ്ങനെ ചെയ്യൂലേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ സോറി ഞാൻ കേട്ടില്ല, നീ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് ബോധപൂർവം അവർ നമ്മളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നീ അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ല എനിക്ക്, നീ അത്ര പ്രധാനമൊന്നുമില്ല എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത, ഒരു പ്രയാസം തോന്നും. അപ്പോൾ നമുക്ക് വിലയില്ലാത്തതായി ഡീവാല്യൂ, നമുക്ക് ഒട്ടും അയാളുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഒരു വിലയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അടുത്തൊരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിങ്ങിലോ ചർച്ചയിലോ കുടുംബത്തിലെ ഒരു പ്രോഗ്രാമിലോ ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കും. വിളിച്ച് ശല്യം ചെയ്യും. ഇനിയൊരു മീറ്റിങ്ങിലാണെങ്കിൽ എപ്പോഴാണ് വരുന്നത്, വരാനായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനിലാണ്, കല്യാണത്തിലോ മറ്റു ഫംഗ്ഷനിലാണെങ്കിൽ പെട്ടെന്ന് വാ, എനിക്കിവിടെ ഇങ്ങനെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും. അല്ലാത്ത സമയമൊന്നും വിളിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് വിളിച്ച് ശല്യം ചെയ്യും. നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. നമ്മൾ ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ചുറ്റുള്ളവരൊക്കെ കാണും. അവർ ചോദിക്കും എന്തെങ്കിലും സംഭവം ഉണ്ടോ, നമ്മളെ പാനിക്കാവുന്നവർ കാണാം, നമ്മളൊരു അസ്വസ്ഥമാകുന്നത് അവർ കാണാം. അപ്പോൾ അവർ തന്നെ പറയും അങ്ങനെയാണെങ്കിൽ പോയിക്കോ എന്ന് ചുറ്റുള്ളവർ പറയുന്നൊരവസ്ഥ വരെ ചിലപ്പോൾ ഉണ്ടാവാം. അത്രയധികം ബുദ്ധിമുട്ടിച്ച് കളയും. നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ശക്തമായ കുറ്റപ്പെടുത്തലുണ്ടാവും. ഫോൺ എടുത്താലോ സംശയത്തിൻ്റെ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു പാറ്റേണാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു പാറ്റേണാണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതായത് ഇടയ്ക്ക് കയറി സംസാരിക്കും. നമ്മൾ പ്രധാനപ്പെട്ട സംസാരമൊക്കെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്യും. മറ്റൊരു വിഷയം കൊണ്ടുവന്നിട്ട് ആ ശ്രദ്ധ തെറ്റിക്കും. അതായത് നമുക്ക് നമ്മുടെ സംസാരം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവർ നടത്തും. ഇതും അവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാറ്റേണാണ്. ശ്രദ്ധിക്കണേ, ഇന്ന് കൂടുതൽ പറഞ്ഞത് നമ്മൾ ഫോൺ സംസാരത്തിൻ്റെ രീതിയാണ്, മെസ്സേജിൻ്റെ രീതിയല്ല. മെസ്സേജിൻ്റെ രീതി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഫോൺ പാറ്റേണിൽ ഇത്തരം രീതികൾ ഇവർ അനുവർത്തിക്കുന്നത് കാണാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മളും ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരും ചെയ്തെന്ന് വരാം. പക്ഷേ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി സ്ഥിരം ചെയ്യുന്ന, അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആഴ്ചകളിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എപ്പോഴെങ്കിലും സംഭവിക്കുന്ന സംഗതിയല്ല, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വീണ്ടും കാണാം. നന്ദി.